ഹായ് എവ്രി വൺ, ഇന്നൊരു കുട്ടി വ്ളോഗ് അയച്ചാണ് വന്നിട്ടുള്ളത്. ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ കല്യാണിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കണം. അവിടെ ആടി സെയിൽ 70% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരസ്യത്തിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളത് കല്യാണം എത്തി. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. പിന്നെ ചെല്ലുമ്പോൾ തന്നെ മെറ്റീരിയലും ചുരിദാർ മെറ്റീരിയൽസ് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കയറി ചെല്ലുമ്പോൾ. പിന്നെ കുറേ മേക്കപ്പ് പ്രോഡക്ട്സ് അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നിന്നില്ല. ഞങ്ങൾ പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസുകളൊക്കെ ഉണ്ട്, നല്ല നല്ല ബ്ലൗസുകളൊക്കെ ഉണ്ട്. ഓണത്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാൻ സെറ്റ് സാരിക്കൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ ബ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിഡ്സ് സെക്ഷനിലേക്ക് പോയി. കിഡ്സ് സെക്ഷനിൽ പോയിട്ട് 2 ഡ്രസ്സ് നോക്കി വെച്ചു. കാരണം എന്നിട്ട് അത് ഫാൻസി ഡ്രസ്സും കാര്യങ്ങളൊന്നും നോക്കിയില്ല. കാരണം ഫാൻസി അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളൊന്നും ഗൗണും അങ്ങനത്തെ ഒന്നും ഇവള് യൂസ് ചെയ്യില്ല. ഒറ്റ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മേത്ത് കുത്തിക്കൊള്ളണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ നമ്മൾ മേടിച്ച് വെക്കണതാണ്. വെറുതെ കബോർഡിൽ സ്ഥലവും പോവും, അത് യൂസ് ചെയ്യുകയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേളിൽ 6th ഫ്ലോറിലൊരു ഹൈപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ടൊരു ചെറിയ കഫറ്റീരിയ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ സ്നാക്സ് മാത്രമേ ഉള്ളൂ. സ്നാക്സ്, കോഫി അങ്ങനത്തെ സാധനങ്ങൾ അത് കഴിക്കുക. പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഈ 2 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് പിന്നെ അവിടേക്ക് പോയി ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ തിരിച്ച് വന്നിട്ട് ലേഡീസ് സെക്ഷനിൽ പോയി. അവിടെ നിന്ന് 2 സൽവാർ, ഇവിടെ നിന്ന് സൽവാർ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ എടുക്കണമായിരിക്കും നല്ലതെന്ന് തോന്നി. കാരണം മോഡേൺ ഡ്രസ്സും അങ്ങനത്തെ ജീൻസ് അങ്ങനത്തെ ഒന്നും ഇവിടെ എനിക്ക് അത്ര നല്ലതായിട്ടൊന്നും തോന്നിയില്ല പിള്ളേർക്കാണേലും. ഇവിടെ ബാക്കി സൽവാർ, സാരി അങ്ങനത്തെ ഡ്രസ്സുകൾക്കൊന്നും കുഴപ്പമില്ല. സാരിയാണെങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്നത് ഓഫറിലുള്ള സാരീസാണ്. അത് 70% വരെ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ രാവിലെ അല്ല ഉച്ചയായപ്പോൾ കയറിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ വൈകിട്ടായപ്പോഴൊക്കെ ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ എടുത്തൊരു ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 1 hour പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4:45 ആവും ഇവിടെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെഷർമെൻ്റൊക്കെ എടുത്തവർ, അപ്പം ഞാൻ വിചാരിച്ചു അവർ തന്നെ ഓൾട്ടർ ചെയ്ത് തരുമല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് കൊടുത്ത് ഓൾട്ടർ ചെയ്യാനൊക്കെ നിൽക്കണം. അപ്പോൾ ഇവർ തന്നെ അത് മെഷർമെൻ്റ് എടുത്ത് ഓൾട്ടർ ചെയ്ത് കൊണ്ടുവരാമെങ്കിൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു 5:15 ആ ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം എന്ന് വെച്ചാൽ റോഡിൽ നല്ല തിരക്കായിരുന്നു. സൗത്ത് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അങ്ങ് തിരക്ക് തുടങ്ങി. പിന്നെ തിരക്ക് തീർന്നത് കുണ്ടന്നൂർ കഴിഞ്ഞപ്പോഴാണ്. ഭയങ്കര റഷായിരുന്നു റോഡിൽ. വീടെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു 6 മണി എങ്ങാനും ഉണ്ടാവും. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള ഷോ ഓഫാണ്. എടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവൾക്ക് ഇങ്ങനത്തെ എന്തോ ഷർവാണിയോ എന്തോ ഒരു ഡ്രസ്സ് അവർ പറഞ്ഞു ഈ കാലിങ്ങനെ ലൂസായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും അത് തന്നെ എടുത്തു. ഈ ഒരു ഫ്രോക്ക് കൂടി എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.